ഫ്രണ്ട്സ്, നമ്മുടെ കൊങ്കൺ റെയിൽവേയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ITI ഡിപ്ലോമ ദെൻ ബി ഓർ ബിടെക് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, അതുപോലെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളെയും വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സാക്ട് കാര്യങ്ങൾ നമ്മൾ പറയും. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപേക്ഷ നൽകേണ്ടത് ഒക്കെ വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾ ഇത് യൂസ്ഫുൾ ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഒക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് അതിനനുസരിച്ചൊക്കെ വീഡിയോസ് ഇടാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് 9/5 നിങ്ങൾക്ക് മെയ് 9 വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റിന് അത് നമുക്ക് നോക്കാം. ഈ കോൺട്രാക്ട് ഇതിൽ 3 വേക്കൻസി ജനറൽ ആണ്. ആർക്ക് വേണമെങ്കിലും ജനറൽ വേക്കൻസി നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും അപ്ലൈ ചെയ്യാം. അതായത് OBC, EWS, SC/ST ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നിങ്ങൾ മനസ്സിലാക്കുക. പക്ഷേ അവിടെ ഈ പറയുന്ന റിസർവേഷനോ കാര്യങ്ങളൊന്നും ലഭിക്കില്ല. നിങ്ങളെയും ജനറൽ കാൻഡിഡേറ്റ്സ് OBC കാൻഡിഡേറ്റ്സ് ഈ പറയുന്ന ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക. ഇനി EWS കാൻഡിഡേറ്റ്സിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിനെയും ജനറൽ കാൻഡിഡേറ്റ്സ് ആയിട്ടാണ് പരിഗണിക്കുക. നിങ്ങൾക്ക് റിസർവേഷൻ കാര്യങ്ങൾ കിട്ടില്ല എന്നുള്ളൂ. പക്ഷേ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജനറൽ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇതിൽ വേക്കൻസി ഇല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അതിലേക്ക് അപ്ലൈ ചെയ്യാം. 3 വേക്കൻസി ഇതിൽ ദെൻ നമ്മൾ ചെയ്യുന്ന നോട്ടിഫിക്കേഷനിൽ ഇപ്പോൾ നമ്മൾ കൂടുതൽ വേക്കൻസി ഉള്ളത് മാത്രമൊന്നല്ല, നമ്മൾ വളരെ ചെറിയ വേക്കൻസി ഉള്ളതും നമ്മൾ നോട്ടിഫിക്കേഷൻ ചെയ്യാറുണ്ട്. കാരണം അതായത് നമ്മളെല്ലാം ഇഗ്നോർ ചെയ്യാൻ നിന്നാൽ നമുക്ക് അത്രയും ഇഗ്നോർ ചെയ്യേണ്ടി വരും ഒരുപാട് നോട്ടിഫിക്കേഷൻ. അതാണ് ഞാൻ ഉള്ളതെല്ലാം ചെയ്യുന്നത്. കാരണം നമുക്ക് ഉള്ളത് വെച്ച് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഒരുപാട് നിങ്ങൾ എലിജിബിൾ ആയത് നിങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഇതിലേക്കൊന്നും അപേക്ഷ ഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. അടുത്തത് സീനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ 3 വേക്കൻസിയാണ്, 3 ജനറലാണ്. ദെൻ ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഓർ ഇലക്ട്രിക്കലാണ് 8 വേക്കൻസി ജനറൽ, 1 വേക്കൻസി EWS, OBCക്ക് 3, SCക്ക് 2, STക്ക് 1, 15 വേക്കൻസി ഉണ്ട്. അപ്പോൾ അതത് റിസർവേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കിയ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് വേണ്ട. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറയാം. അടുത്ത ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് സിവിൽ നിങ്ങൾക്ക് ജനറൽ 3, EWS 1, അതോടൊപ്പം തന്നെ 4 വേക്കൻസിയാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. ദെൻ ഡിസൈൻ അസിസ്റ്റൻറ്റ് ഓർ ഇലക്ട്രിക്കൽ 2 വേക്കൻസിയാണ് ജനറലാണ്, ആർക്കും അതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഓർ ഇലക്ട്രിക്കൽ 8 വേക്കൻസി ജനറൽ, 1 വേക്കൻസി EWS, ദെൻ 3 വേക്കൻസി OBC, 2 വേക്കൻസി SC, 1 വേക്കൻസി നിങ്ങൾക്ക് ST, അങ്ങനെ 15 വേക്കൻസി. ആകെ മൊത്തം 42 വേക്കൻസിയിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ലിമിറ്റഡ് വേക്കൻസിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. മന്ത്ലി റെമ്യൂണറേഷൻ ഒക്കെ നോക്കിക്കോളൂ. നിങ്ങളിവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് ഇതിൽ ഇപ്പോൾ ഈ കോൺട്രാക്റ്റ് ആണ് നിങ്ങൾക്ക് 56,100, പിന്നെ നിങ്ങൾക്ക് 44, 35, 25 ഈ റേഞ്ചിലായിരിക്കും നിങ്ങൾക്ക് മന്ത്ലി കൺസോൾട്ടേറ്റ് പേയ്മെൻറ്റ് ആയിരിക്കും ലഭിക്കുക. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യം എന്ന് വെച്ചാൽ ഇതൊരിക്കലും പെർമനൻറ്റ് വേക്കൻസി അല്ല കേട്ടോ, കരാർ അടിസ്ഥാനത്തുള്ള വേക്കൻസിയാണ്. KRCLൻ്റെ അണ്ടറിൽ വരുന്ന ഇലക്ട്രിക്കൽ സിവിലുമായി ഡിപ്പാർട്ട്മെൻറ്റിനെ ബന്ധപ്പെട്ട് കുറേ പ്രൊജക്റ്റുകളുണ്ട്. അപ്പോൾ അതിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് ആണ്. അപ്പോൾ പ്രൊജക്റ്റിൻ്റെ ഡ്യൂറേഷൻ അനുസരിച്ച് നമ്മുടെ പെർഫോമൻസിനൊക്കെ അനുസരിച്ച് അത് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട്. കരാർ അടിസ്ഥാനത്തിൽ ഒരിക്കലും സ്ഥിരമല്ല, നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പം ഇനി ഇവിടെ നിങ്ങൾക്ക് അഡീഷണൽ ബേസിക് പേക്ക് പുറമെ നമുക്ക് ഈ പറയുന്ന ബേസിക് പേക്ക് പുറമെ നമുക്ക് അഡീഷണൽ ആയിട്ട് കുറേ അലവൻസ് കാര്യങ്ങൾ കിട്ടും. HRD അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ടോ. മൊബൈൽ ഫോൺ അലവൻസ്, ഹെൽത്ത് ബെനിഫിറ്റ് ഇങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് നമുക്ക് അലവൻസ് കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ എക്സ്ട്രാ ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓരോ പോസ്റ്റിൻ്റെയും ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. സീനിയർ നമ്പർ ഓഫ് വേക്കൻസി ഇവിടെ കാണാം കേട്ടോ. അതുപോലെ നിങ്ങൾക്ക് ഈ വിളിച്ചിരിക്കുന്ന ഇതിലേക്ക് അപേക്ഷ നൽകാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ഡിഗ്രി BOR BTech അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കലോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലോ 60% മാർക്കോടുകൂടി നിങ്ങൾക്ക് BOR BTechോ അല്ലെങ്കിൽ ഡിപ്ലോമയോ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ ഈ പറഞ്ഞിരിക്കുന്ന ഡിസിപ്ലിനിൽ. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണെങ്കിൽ മിനിമം 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറയാം. അതോടൊപ്പം തന്നെ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഈ പറഞ്ഞിരിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടിട്ടോ. അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഏജ് ലിമിറ്റ് നിങ്ങൾക്ക് 1/5/2024 45 വയസ്സ് വരെയുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യട്ടോ. അത് OBC, SC/ST റിസർവ് വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് OBCക്ക് 3 വർഷവും OBC NCLന് 3 വർഷവും SC/STക്ക് 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഇതിനടുത്ത് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കലിൽ നിങ്ങൾക്ക് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഇതിൽ 15 വേക്കൻസിൻ്റെ ഇലക്ട്രിക്കലാണ് ഡിപ്പാർട്ട്മെൻറ്റ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രി, ഫുൾ ടൈം ഡിഗ്രി ആണ്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഡിസിപ്ലിനിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കുക അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കുക. അതായത് BOR BTech അല്ലെങ്കിൽ നിങ്ങൾക്ക് പറയുന്ന ഡിപ്ലോമ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ 60% മാർക്ക് മിനിമം വേണം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് BOR BTech എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് വേണ്ട, ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം കേട്ടോ. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമ കഴിഞ്ഞവർക്ക് മാത്രമാണ് ഇതിലെ എക്സ്പീരിയൻസ് വേണ്ടത്. മുകളിൽ പറഞ്ഞത് 2 കാറ്റഗറിയിലുള്ളവർക്ക് എക്സ്പീരിയൻസ് വേണം കേട്ടോ. എക്സ്പീരിയൻസിൻ്റെ ആ ഒരു ഡ്യൂറേഷനിൽ വ്യത്യാസം ഉണ്ടെന്നുള്ളൂ. അപ്പോൾ ഈ പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ, അതായത് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഈ പറയുന്ന ഇലക്ട്രിക്കലിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ദെൻ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. ഓക്കെ, യാതൊരു എക്സ്പീരിയൻസിൻ്റെയും കാര്യം വേണ്ട. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റും 45 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. ഇതിനടുത്ത് നിങ്ങൾക്ക് ജൂനിയർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ആണ്. ഇതിലും നിങ്ങൾക്ക് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രിയോ ഡിപ്ലോമ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. 60% മാർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ കേട്ടോ. സിവിൽ എഞ്ചിനീയറിംഗിൽ
എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞിരിക്കുക അല്ലെങ്കിൽ ഡിപ്ലോമ കഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഇനി ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 1 വർഷത്തെ മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. ഇനി ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ സിവിലിൽ ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ അവർക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം, യാതൊരുവിധ എക്സ്പീരിയൻസും വേണ്ട. ഇനി ഇതിൽ ഏജ് ലിമിറ്റ് വരുന്നത് 45 വയസ്സ് വരെ ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ദെൻ അടുത്തത് വരുന്നത് ഡിസൈൻ അസിസ്റ്റന്റ് ഓർ ഇലക്ട്രിക്കൽ ആണ്. ഇതിൽ ITI ഡ്രാഫ്റ്റ്മാൻ ഇലക്ട്രിക്കലാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് പക്ഷേ ഇതിൽ ഓട്ടോ കാർഡിലുള്ള നോളജ് ഒക്കെ വേണം. അതോടൊപ്പം ITI കഴിഞ്ഞവരാണെങ്കിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ദെൻ അതോടൊപ്പം തന്നെ 45 വയസ്സ് വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ അടുത്ത പോസ്റ്റ് വരുന്നത് ടെക്നിക്കൽ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ITI എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ട്രേഡിലുള്ള ITI കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. മിനിമം 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണം ഇതുമായി ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പം പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കാം. ഇതിലേക്ക് 45 ഏജ് ലിമിറ്റ് വരുന്നത്. ഓക്കെ, ഇതിനടുത്ത് നിങ്ങൾക്ക് ഈ കോൺട്രാക്റ്റ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഫുൾ ടൈം എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്നാണ്, അല്ലെങ്കിൽ ഈ ഡിപ്ലോമ നിങ്ങൾക്ക് ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലാണ്. 60% മാർക്ക് മിനിമം വേണം. 45 വയസ്സിൽ അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഡിഗ്രി കഴിഞ്ഞവരാണെങ്കിൽ 6 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. ഡിപ്ലോമ കഴിഞ്ഞവരാണെങ്കിൽ 8 വർഷത്തെ എക്സ്പീരിയൻസ് വേണം കേട്ടോ അതിലേക്ക്. അപ്പോൾ ഇത്രയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം എന്നുള്ളതുകൊണ്ടാണ് ബാക്കിയൊക്കെ കുറച്ചധികം എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളവർ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാനുള്ളത് ഞാൻ പറഞ്ഞു. അത് ഇനി കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ മെത്തേഡ് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്, എങ്ങനെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ മോഡ് ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ വാക്കിൻ ഇൻ്റർവ്യൂ ആണ്. യാതൊരുവിധ എക്സാമോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇൻ്റർവ്യൂ ആണ് ഉണ്ടായിരിക്കുക, ഗ്രൂപ്പ് ഡിസ്കഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുക. അതിൻ്റെ ടൈമും പ്ലേസും കാര്യങ്ങളും ഒക്കെ ഇവിടെ അറിയുന്നുണ്ട്. 9 to 12 AM ആണ് റിപ്പോർട്ടിംഗ് ടൈമായിട്ട് വരുന്നത്, രജിസ്ട്രേഷൻ ടൈമായിട്ട് വരുന്നത്. അപ്പം ഈ പറയുന്ന ഓരോ പോസ്റ്റ് വൈസ് നിങ്ങൾക്ക് ഡേറ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട്. 5/6/2024 മുതൽ നിങ്ങൾക്ക് 21/6/2024 ആണ്. അപ്പോൾ ഓരോന്നിൻ്റെ നിങ്ങൾ ഓരോന്ന് നേരെയുള്ള ആ ഒരു ഡേറ്റിലാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിന് പോകേണ്ടത്, വാക്കിൻ സെലക്ഷന് പോകേണ്ടത്. ഇവിടെ കാണാം അതിൻ്റെ വെന്യൂ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓക്കെ, നെവി മുംബൈയിൽ വെച്ചിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെയൊക്കെ പോയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം. എക്സാം ഫീയോ കാര്യങ്ങളോ അപ്ലിക്കേഷൻ ഫീയോ ഒന്നും തന്നെ കൊടുക്കണ്ട. ഓക്കെ, അപ്പം നിങ്ങൾ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ആ പറയുന്ന വെന്യൂവിൽ ഇൻ്റർവ്യൂവിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ വാക്കിൻ സെലക്ഷന് പോകുന്ന സമയത്ത് നമ്മളൊരു നിശ്ചിത ഫോർമാറ്റിൽ എന്തുണ്ട്, അപേക്ഷ ഉണ്ട്. അപേക്ഷ ഫോം ഞാൻ കാണിക്കാം, അതും ഫില്ല് ചെയ്ത് കൊണ്ടുപോകണം. അത് ഫില്ല് ചെയ്തിട്ട് സെൽഫ് അറ്റസ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഡോക്യുമെൻറ്റ്സ് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യണം, അവിടുത്തെ ഒഫീഷ്യൽസിന് നമ്മൾ കൈമാറണം. അതാണ്. അല്ലാതെ നമ്മൾ അതിന് മുൻപ് നമ്മൾ ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എലിജിബിൾ ആണോ നോക്കുക. എലിജിബിൾ ആണെങ്കിൽ ഈ ഡേറ്റുകൾ നിങ്ങൾ നോട്ട് ചെയ്യുക. ഈ സ്ഥലത്ത് ഇതാണ് വെന്യൂ, നിങ്ങൾ അവിടെ പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പം നമ്മൾ ഈ പറയുന്ന ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് നമ്മളൊരു അപേക്ഷാ ഫോം ഉണ്ട്, അത് ഞാൻ കാണിക്കാം. ജസ്റ്റ് ഇപ്പം തന്നെ കാണിച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ വേണ്ട. ഇതാണ് അപേക്ഷാ ഫോം. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. ഇത് നോട്ടിഫിക്കേഷനിൽ തന്നെ ഉണ്ട്. ഇത് നിങ്ങൾ പ്രിൻ്റ് എടുക്കുക. പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ ഈ ഡേറ്റ്, നോട്ടിഫിക്കേഷൻ നമ്പർ, അതിൻ്റെ ഡേറ്റ് ഇവിടെ കൊടുക്കുക. അതുപോലെ തന്നെ പോസ്റ്റിന് അപ്ലൈ ചെയ്യുന്ന കൊടുക്കുക. പാസ്വേഡ് ഫോട്ടോഗ്രാഫ് ഇതിലൊട്ടിക്കുക, ക്രോസ് ആയിട്ട് സൈൻ ചെയ്യുക. ബാക്കിയൊക്കെ ബേസിക് ആയിട്ടുള്ള സിമ്പിൾ ഫോമാണ്. ഓക്കെ, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നമുക്ക് അപ്ലിക്കബിൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫില്ല് ചെയ്യുക. അല്ലാതെ നമുക്ക് എന്നെ നിട്ടാതെ നോട്ട് അപ്ലിക്കബിൾ നിട്ടാതെ. then അതിന് ലാസ്റ്റ് നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ടിക്ക് ചെയ്യുക കേട്ടോ. ഓരോന്നിൻ്റെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കൂടെ വെക്കുന്ന അറ്റാച്ച് ചെയ്യുന്നത് വെച്ചാൽ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് സൈൻ ചെയ്യുക. എത്രയേ ഉള്ളൂ അതിൻ്റെ ഫോർമാറ്റ് കേട്ടോ. അത് ജസ്റ്റ് പ്രിൻ്റ് എടുക്കുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. അപ്പം എന്തൊക്കെ സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മുടെ കയ്യിൽ വേണ്ടത് വെച്ചാൽ നമ്മുടെ ക്വാളിഫിക്കേഷൻ്റെ, അതായത് നിങ്ങൾ ഡിഗ്രിയോ ഡിപ്ലോമ ITI ഏതാ വെച്ചാൽ അതിൻ്റെ എല്ലാ സർട്ടിഫിക്കറ്റും നമ്മുടെ അതിൻ്റെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കുക, സെൽഫ് അറ്റസ്റ്റ് ചെയ്യുക. പിന്നെ അടുത്ത് വേണ്ടത് നമ്മുടെ ബർത്തിന് വേണ്ടി, അത് നമുക്ക് SSLC സർട്ടിഫിക്കറ്റ് മതി, ബർത്ത് സർട്ടിഫിക്കറ്റ് വേണ്ട ആവശ്യമില്ല. അപ്പോൾ അത് ഓക്കെ. പിന്നെ നമുക്ക് കാസ്റ്റ്, OBC, NCL, അതുപോലെ നിങ്ങൾക്ക് EWS, അതുപോലെ SC/ST വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവരാണെങ്കിൽ, ആ റിസർവ്ഡ് വാക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാത്രം അവരെന്ത് ചെയ്യുക, സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് വേണ്ടി തയ്യാറാക്കി അതിൻ്റെ ഫോർമാറ്റ് ഞാൻ കാണിക്കാം. ആ ഫോർമാറ്റിൽ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്ത് ചെയ്യണം, ഇതിൻ്റെ കൂടെ വെക്കണം. സെൽഫ് അറ്റസ്റ്റ് ഫോട്ടോകോപ്പി വെക്കണം. ഒറിജിനൽ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കേട്ടോ. 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, റീസെൻ്റ് ആയുള്ള ഫോട്ടോഗ്രാഫ് നമ്മുടെ കയ്യിൽ എക്സ്ട്രാ വേണം. പിന്നെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് വേണം, അങ്ങനെയുള്ള പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർ. പിന്നെ നിങ്ങൾക്ക് ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് വേണം കേട്ടോ. ഗസറ്റഡ് ഓഫീസർ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഓഫീസറിൽ നിന്ന് നമ്മൾ സർട്ടിഫൈ ചെയ്ത് വാങ്ങണം. നമ്മൾ മോറലി നമ്മൾ ഓക്കെയാണ്, നമ്മൾ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് എന്നുള്ളത് തെളിയിക്കുന്നതിനുള്ള ക്യാരക്ടർ സർട്ടിഫിക്കറ്റ് കേട്ടോ. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, തയ്യാറാക്കണം. നമ്മൾ അറിയുന്ന ആളുകളൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്തു തരാവുന്നതാണ്. സ്കൂളുകളിലോ നമ്മൾ ഹയർ സെക്കൻഡറി ഒക്കെ ആണെങ്കിൽ ഗസറ്റഡ് അധ്യാപകരൊക്കെ ഗസറ്റഡ് പോസ്റ്റാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അവരൊക്കെ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. ദെൻ ഈ അടുത്ത് ജനറൽ ഇൻഫർമേഷൻ അല്ലെങ്കിൽ സ്കൂൾ പ്രിൻസിപ്പളൊക്കെ നിങ്ങൾക്ക് അതിന് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതേ ഉള്ളൂ. അതായത് ഈ പറയുന്ന നിശ്ചിതമായിട്ടുള്ള ആ ഡേറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ എത്തുകയും ആ വെന്യൂവിൽ എത്തുകയും ഇവരുടെ ഒഫീഷ്യൽസിന് നമ്മൾ ആ ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട് നോമിനേറ്റ് ചെയ്ത കമ്മിറ്റി നമുക്ക് ഇൻ്റർവ്യൂ നടത്തും. അതിൽ നിന്ന് നമ്മൾ സെലക്ട് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ലിസ്റ്റ് തരും. അപ്പോൾ അതിന് വേണ്ടി ഒരു 2 ദിവസത്തെ പ്രിപ്പറേഷൻ ഉണ്ടാവും. 2 ദിവസം അറ്റ്ലീസ്റ്റ് നമ്മളവിടെ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ പോകേണ്ടി വരും. ഓക്കെ, ഒറ്റ ദിവസം കൊണ്ട് പോയി വന്നോളുന്നില്ല. അപ്പോൾ അത് ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിനൊക്കെ അനുസരിച്ചായിരിക്കും അവർ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തും. അപ്പോൾ
അപ്പോൾ അതിൽ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. 2-3 ദിവസത്തെ രീതിയിൽ നമ്മളവിടെ തങ്ങണം എന്നുള്ള രീതിയിൽ നമ്മൾ പോട്ടെ. കേരളത്തിൽ നിന്നൊക്കെ പോകുന്നവരാണെങ്കിൽ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് ഏതൊക്കെ ഫോർമാറ്റിലുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടതെന്ന് വ്യക്തമായിട്ട് ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ, അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് ഇതാണ്. SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ട കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ്. സെയിം ഫോർമാറ്റ് ആയിരിക്കണം. ഇതിന് OBC ആണെങ്കിൽ NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ തയ്യാറാക്കേണ്ടത് ഈ ഫോർമാറ്റിലാണ്. OBC കാൻഡിഡേറ്റ്സ് ഒരു കാര്യം പാടെ തയ്യാറാക്കണം. ഇതും പാടെ ഒന്ന് പ്രിൻ്റ് എടുത്തിട്ട് എന്തിനാ അവർ ഇതൊരു ഡിക്ലറേഷൻ ഫോമാണ്. ഇത് നമ്മൾ തന്നെയാണ് ഇവിടെ ഫില്ല് ചെയ്യേണ്ടത്. നിങ്ങൾ തന്നെ ഇവിടെ ഫില്ല് ചെയ്യുക കേട്ടോ. ഫില്ല് ചെയ്തിട്ട് നിങ്ങൾ തന്നെ സൈൻ ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ തന്നെ ഫില്ല് ചെയ്യേണ്ട കാര്യമാണത്. മറ്റേത് നമ്മൾ എന്ത് ചെയ്യണം, താലൂക്കിൽ നിന്ന് തഹസിൽദാറെ കൊണ്ട് ഇഷ്യൂ ചെയ്യണം കേട്ടോ ഈ OBCൻ്റെ സർട്ടിഫിക്കറ്റ്. അതിന് എക്സ്ട്രാ പുറമെ ഇത് നമ്മൾ പ്രിൻ്റ് എടുത്തിട്ട് ഇത് നമ്മൾ തന്നെ ഫില്ല് ചെയ്തിട്ട് കൊടുക്കേണ്ടതാണ്. ഓക്കെ, പിന്നെ AWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് തയ്യാറാക്കേണ്ട സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകയുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ നമുക്ക് വന്നിരിക്കുന്നത്. ഇനി നമ്മളിതിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യും, അപ്ലൈ നൗ എന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. അപ്പോൾ ആ അപ്ലൈ നൗ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു പേജിലേക്കായിരിക്കും വരിക. ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇതൊക്കെ റീഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഇവിടെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഏറ്റവും താഴെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. നോട്ടിഫിക്കേഷൻ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ തന്നെ, അത് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്താൽ അതിൽ തന്നെ നോട്ടിഫിക്കേഷനിൽ തന്നെയാണ് ആപ്ലിക്കേഷൻ ഫോമും കാസ്റ്റ് സർട്ടിഫിക്കറ്റിൻ്റെ എല്ലാ ഫോർമാറ്റുള്ളത്. പിന്നെ SC/ST ഇതിൻ്റെയൊക്കെ കാസ്റ്റ് സർട്ടിഫിക്കറ്റിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നോക്കാവുന്നതാണ്. ജോയിൻ ടെലഗ്രാം, അതുപോലെ വാട്സപ്പ് ചാനൽ, പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അധികം PYQs ആണ് നോക്കുന്നത്. PYQs വിത്ത് സൊല്യൂഷനാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ സ്ട്രക്ചറുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ NBCC JEE സിവിലിൻ്റെ ഇതിലുണ്ട്, RRB ALP ടെക്നീഷ്യൻ്റെ, അതുപോലെ സയൻസ് ബുക്ക് ഈ ബുക്കാണ്. 500+ പ്രീവിയസ് ഇയർ സയൻസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് ഈ RRB ALP അല്ലെങ്കിൽ ടെക്നീഷ്യൻ അപ്ലൈ ചെയ്യുന്നവർക്ക് പറ്റും. പിന്നെ RRB RPF കോൺസ്റ്റബിൾ, അതുപോലെ ഗ്രൂപ്പ് D, ഇങ്ങനെ കേരള ഹൈക്കോർട്ട്, നിങ്ങൾക്ക് ഒരുപാട് ISRൻ്റെ ഒക്കെ വിവിധ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാവുന്നതാണ്. കാരണം എല്ലാവരിലേക്കും ഇത് അറിയട്ടെ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇൻ്റർവ്യൂവിന് പോവുക. വേറെ നമ്മൾ അപ്ലിക്കേഷൻ ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അവിടെ പോയിട്ട് നമ്മൾ ഫില്ല് ചെയ്ത ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുകയാണ്. സെൽഫ് അറ്റസ്റ്റഡ് ഡോക്യുമെൻറ്റ്സ് ആണ് അവിടെ കൊടുക്കേണ്ടത്. ബാക്കിയൊക്കെ അവർ പറയുന്നതനുസരിച്ച് അവിടെ നിന്ന് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ്. താങ്ക് യു.